എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തനിനാടൻ സ്പൈസി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിലേക്ക് വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 4 സവാള നീളത്തിൽ എരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് കൊച്ചുള്ളിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, ഒരു 4 തക്കാളി നീളത്തിൽ എരിഞ്ഞത്, കുറച്ച് മല്ലിയില. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 4 വറ്റൽമുളകാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കടുക് എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടണം. ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നെടുകെ കീറുകേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. ഞാനിവിടെ 3 ഏലക്കയും ഒരു 4-5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി പൊടിച്ചതാണ്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിടുമ്പം സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ കൂട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസി ചിക്കൻ കറിക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ പീസെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായി ഒന്ന് എടുക്കാം. ചിക്കൻ പീസെല്ലാം ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കറിയിൽ മസാലയെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. സ്പൈസി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. നാടൻ സ്പൈസി ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക.